പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വൈകുന്നേരം ഒരു 4:30 മണിയോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്ന പണി രാത്രിയത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കലാണ്. അപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ചൊരു വിനാഗിരി, ഒരു ചെറിയൊരു സ്പൂണിൻ്റെ അടുത്ത് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കറി വെക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്ന സമയം കൊണ്ട് ഇക്കൈപ്പുറത്തുനിന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് വേണ്ട ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ്. നോമ്പില്ല, നോമ്പെടുക്കൂല ഇപ്പോൾ നാളെയാ? ഇന്നില്ല, എടുക്കുവാ. നോമ്പിന് മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് എല്ലാവരും ഒന്നിച്ചിട്ട് കിച്ചണിൽ കയറിയിട്ട് പണിയെടുക്കുക. അപ്പോൾ അവരെല്ലാം അവരെ പണിയെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നേർങ്ങനെ അരിഞ്ഞിട്ടുള്ള ഉള്ളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം തക്കാളി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർക്കുന്നുണ്ട്. അത് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. ഈ ഒരു കറി നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാകാൻ, ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ അടച്ച് വെച്ച സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇത് കുക്കായി കഴിഞ്ഞാൽ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നല്ലോണം ആറിയതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇനി ഇതിനൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഈ പാത്രത്തിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ തന്നെയാണ് കറി വെക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു പെരിഞ്ചീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, പിന്നെ ഒരു കഷ്ണം ബേ ലീഫും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ, മസാലയിൽ പൊതിഞ്ഞിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറച്ച് സമയം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം നല്ലപോലെ ഇതിൽ മസാലയും എണ്ണയും എല്ലാം പിടിച്ചതിന് ശേഷമാണ് ഇതിനെ ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഇതിനെ കുറച്ച് സമയം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കന് അത്യാവശ്യം കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇത് ഒരുവിധം കുക്കായിട്ടുണ്ടാവും. ഇനി ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞേരം അടപ്പ് തുറന്നേരുള്ള അവസ്ഥയാണിത്. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഉള്ളി, തക്കാളിയെല്ലാം വഴറ്റിയിട്ട് അരച്ചിട്ടുള്ള മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി, ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി, കാരണം ഈ ഗ്രേവി കിടന്നിട്ട് ഇനി കുറച്ച് സമയം കൂടി ഈ ചിക്കൻ ഒന്ന് വേവണം. എന്നാലാണ് ചിക്കൻ്റെ ഫ്ലേവർ നല്ലോണം ഈ ഗ്രേവിയിൽ പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ട് പോരാത്ത ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇന്നത്തെ ജ്യൂസ് ഇക്കാൻ്റെ സ്പെഷ്യൽ ജ്യൂസാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ചെറുനാരങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉറുമാമ്പഴമെല്ലാം അവിടെ അടർത്തി വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണ്ട, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരത് അടിക്കുന്നുണ്ട്. ചെറുനാരങ്ങ കുരുവോ തൊലിയോ ഒന്നും കളയാണ്ട് കുറേ ചെറുനാരങ്ങ ഒന്നിച്ചെടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു അവസ്ഥ കണ്ടേരം തന്നെ എനിക്ക് ആ ജ്യൂസിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഞാൻ അഭിപ്രായം പറയാൻ പോയിട്ടില്ല. ഒന്നാമത് ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് എനിക്ക്, തലവേദന. ഇപ്പോൾ 3-4 വർഷമായിട്ട് ഫസ്റ്റത്തെ നോമ്പ് എനിക്ക് ടാസ്ക് തന്നെയാണ്. കാരണം ഉച്ച കഴിഞ്ഞാൽ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ സഹിക്കാൻ പറ്റാത്ത തലവേദന. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല, ഇതിൽ കയറിയിട്ട് ഇടപെട്ടിട്ടുമില്ല.
ഇതിനെ 2-3 പ്രാവശ്യമാക്കിയിട്ട് അരച്ച് അതിനെ ഇഞ്ചിപ്പരുവാക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ വീണ്ടും മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു 3/4 ടിന്നിനടുത്ത് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. പക്ഷേ ഇത് ചെറുനാരങ്ങന നമ്മൾ കുരുവും തൊലിയും എല്ലാം അടക്കം അടിച്ചിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആർക്കും പറയാണ്ട് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ പണിയും നടന്നു കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഇന്നിപ്പം ക്ഷീണം പിടിച്ച നേരത്ത് നല്ലൊരു സമാധാനമുണ്ട് അതിനെക്കൊണ്ട്. അപ്പോൾ ഒറോട്ടിയാണ് ഇന്ന് രാത്രിയത്തെ ഫുഡ്. അപ്പം പിന്നെ കറി റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ടാണ് ഞാനിതിനെ വേവിച്ചിട്ടുള്ളത്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. ഇത് ഒറോട്ടിക്ക് മാത്രമല്ല ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒറോട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒറോട്ടിയായി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പണി കഴിയുന്നതാണ്. അപ്പം ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇക്ക ജ്യൂസിൻ്റെ പണി തകൃതിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഐറ്റംസ് എല്ലാം നല്ലോണം ആറിയതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. ഉന്നക്കായ ഉണ്ട്, പിന്നെ നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് എല്ലാം കുറേശ്ശെ മാത്രം. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് 1-2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇവിടെ കഴിക്കാനൊന്നുമില്ല. പിന്നെ അത്താഴത്തിനൊന്നും അങ്ങനെ ആരും ഫുഡ് കഴിക്കലില്ല. അപ്പം ഇപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാൻ ഇനി 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഈ ഒരു കാര്യമെല്ലാം ഇക്ക തന്നെയാണ് ചെയ്യാൻ. ഇക്ക നാട്ടിലുള്ള സമയത്ത് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇക്ക തന്നെയാണ് മെനക്കെട്ടിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കല്ല. കാരണം എല്ലാവരും എല്ലാം കഴിക്കൂല. ഇങ്ങനെ മിക്സഡായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുന്ന സമയത്ത് എല്ലാ ഫ്രൂട്ട്സും ഒന്നിച്ചിട്ട് കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീം, ഏതെങ്കിലും ഒരു ഫ്ലേവറുള്ള ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് അതിനൊരു ഫ്രൂട്ട് സാലഡ് ആക്കിയിട്ട് മാറ്റിയൊന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ വയറ്റിലും അത് പോയിക്കോളും. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ എന്തായാലും വേസ്റ്റാവും. അപ്പോൾ അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നതിന് ശേഷം ഇക്ക ജ്യൂസിൻ്റെ ടേസ്റ്റെല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു മധുരം കുറവ് പോലെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് തീരെ പ്രതീക്ഷയില്ല ആ ജ്യൂസിൻ്റെ കാര്യത്തിൽ. എന്നാലും നമ്മൾ രണ്ടാളും, ഞാനും ചിഞ്ചു ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ആ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മധുരം പോരാത്ത പോലെ തോന്നിയിട്ട് ആ മിൽക്ക് മെയ്ഡിൻ്റെ ബാക്കിയുള്ള ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്ത് ചേർത്തിട്ട് 1/4 ഭാഗത്തോളം ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി സഹിക്കാൻ പറ്റാണ്ടായി. അതെങ്കിലും ആണ് ബാക്കി വന്നേനേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചിഞ്ചു അത് ഒഴിക്കുന്നതും കാത്തിട്ട് അന്നേരം തന്നെ എടുത്തിട്ട് വായിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ എക്സ്പ്രഷൻ കണ്ടേരം അതാ വായി തൊടാണ്ട് തൊണ്ടയിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ തോന്നും ചെയ്തത്. എന്നിട്ട് നേരെ വാഷ് ബേസിൻ്റെ അടുത്ത് പോയിട്ട് വായി കഴുകി. അപ്പോൾ ഞാനും ചിഞ്ചും ചുണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. കയ്പ്പാണോ ചവർപ്പാണോ അതുമല്ല, ഈ ചുണ്ടിൻ്റെ അടുത്ത് എത്തിയാലോ എന്തോ ഒരു വൈബ്രേഷൻ പോലെ. അത്രക്കും ദയനീയമാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ നമ്മളെ മുമ്പിൽ തോറ്റ് കാണിക്കൂല എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ആ ജ്യൂസ് ശരിക്ക് വായിൽ തൊടാണ്ട് മൂപ്പർ ഇറക്കിയിട്ടുണ്ടാകാൻ. എന്തായാലും അതിനെ പറ്റിയിട്ട് നമ്മളൊന്നും അഭിപ്രായം പറയാൻ നിന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ട് എല്ലാവരും സൈലൻ്റായിട്ട് തന്നെ പോയി. നമ്മളെ അടുത്തൊന്നല്ലല്ലോ അത് സംഭവിച്ചത്. അതുകൊണ്ട് വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. അതേ സ്ഥാനത്ത് ഞാനോ ചിഞ്ചോ അങ്ങനത്തെ ഒരു പരീക്ഷണം നടത്തിയതാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഒച്ചയും ബഹളവും എല്ലാം നടക്കുകയാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞ് ഇന്നത്തെ ഫസ്റ്റ് നോമ്പിൻ്റെ ജ്യൂസ് അടി തന്നെ നല്ല അടിപൊളിയായിട്ട് കൊളായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാത്രിയത്തെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇതിപ്പോൾ കിടക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ബിസിനസ് വർക്കെല്ലാം ചെയ്തിട്ട് വെക്കണം. ഇനിയിപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ നാളത്തെ ഓർഡറിനനുസരിച്ചിട്ടുള്ളത് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ പിന്നെ കിടക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല കോണും എല്ലാം തലേന്ന് തന്നെ കുറച്ചെല്ലാം നമ്മൾ ശരിയാക്കി വെക്കണം. എല്ലാ പണിയും ഒന്നിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട്, നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇതെല്ലാം റാപ്പ് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കിനെ ഒരു 10:30 10:45 കഴിഞ്ഞിന് സമയം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ മേലെല്ലാം കഴുകി ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് 11:30 മണിയെല്ലാം ആവും. ഇനിയിപ്പോൾ 4 മണിക്ക് വീണ്ടും എണീക്കണം.
എണീച്ചിട്ട് വേണം. പിന്നത്തെ ഉറക്കെല്ലാം കണക്ക് തന്നെയാണ്. ഇപ്പോൾ അധികവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങലൊന്നും ഇല്ല. കാരണം ഇങ്ങനത്തെ പണിയെല്ലാം ഒരുപാട് ബാക്കിയുണ്ടാവും. അപ്പം പകലെടുത്ത് തീർക്കാൻ പറ്റൂല എന്തായാലും. എന്നാലും കുറച്ച് കോണും കാര്യങ്ങളെല്ലാം ഞാൻ പിറ്റേന്നേക്കുള്ളത് പിന്നെ രാത്രി കുറച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നോമ്പ് ഒന്നിന് തന്നെ എൻ്റെ കൈയിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി നോമ്പ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഉള്ള അവസ്ഥയും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്